പ്രിയമുള്ളവരെ, റാഫിഡൂരാണേ ഗൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ഷംസിലാണ് കേട്ടോ. ഒമാനിലെ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന ഒരു താഴ്വര, ഒരു പർവ്വതത്തിന് മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഒമാനിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന പർവ്വതത്തിന് മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആദ്യമത്തെ ഒമാനിലെ സ്ഥലം. അങ്ങനെ എമ്മാതിരി ടോപ്പ് സ്ഥലമാണെന്നറിയോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എമ്മാതിരി പൊക്കത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നറിയോ. അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതുണ്ട, ഇതാണ് ഗൈസ് ജബൽ ഷംസ്. അപ്പോൾ എന്താ പറയുക, ഒമാനിൽ ആദ്യമായി സൂര്യകിരണങ്ങൾ, ഇതാ സൂര്യൻ്റെ ആ ഒരു നമ്മളിപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. പക്ഷേ സൺറൈസ് കാണാൻ പറ്റിയില്ല ഗൈസ്. അതിൽ ഒരു ചെറിയ വിഷമമുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വഴി തെറ്റിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ടൈം കിട്ടാഞ്ഞത്. പിന്നെ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു ജബൽ ഷംസ്. ഇതാ സൂര്യകിരണങ്ങൾ അടിക്കുന്നുണ്ടല്ലേ. നമുക്ക് ആ ഒരു സൺറൈസ് ആദ്യമായി ഒമാനിൽ സൂര്യൻ ഉദിക്കുന്ന ഇവിടെയാണ് കേട്ടോ. സൂര്യകിരണങ്ങൾ അടിക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. അവിടെ ഒരു പരുന്ത് പോകുന്നുണ്ടോ ഗൈസ്, കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അല്ല, കിഡിലും ഒരു പരുന്ത് പോകുന്നുണ്ട്. ഇതാ ഇവിടെ കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും കേട്ടോ. യോ എൻ്റെ പൊന്നോ, എന്തൊരു ഹൈറ്റാണെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത കേട്ടോ. പരുന്തൊക്കെ നല്ലതായിട്ട് കരയുന്നുണ്ട്. ഇതെല്ലാം പരുന്തും കാക്കകൾ കേട്ടോ. കഴുകനുണ്ട്, പരുന്തുണ്ട്. എമ്മാതിരി ഹൈറ്റാണെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ്. വാവ്. പിന്നെ ഗൈസ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഫോർ വീലിൻ്റെ കാര്യമില്ല കേട്ടോ. സാധാ വണ്ടിയിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും ടോപ്പ് സൈഡിലൊക്കെ സാധാരണ ഒമാനിലൊക്കെ മല കയറി വരണമെങ്കിൽ 4x4 വണ്ടിയില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ സാധാ വണ്ടിയിൽ നമുക്ക് വരാൻ പറ്റും. യാ മോനെ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. നമുക്ക് 2-3 വ്യൂ പോയിൻ്റൊക്കെ കാണാനുണ്ട്. ഞാൻ ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നേ ഗൈസ്. ഞാൻ രാവിലെ 3 മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലിയൊക്കെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാൻ വേറെ അവിടെ വ്യൂ പോയിൻ്റ് ഉള്ളതെന്ന്. ബ്രോ, വേറെ എവിടെ വ്യൂ പോയിൻ്റ് ഉള്ളത്? ലാസ്റ്റ് ഉണ്ട്, അതുവഴി കയറി പോകാനാ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴേ കുറച്ച് കച്ചറ റോഡുണ്ട് കേട്ടോ. അതുവഴി കയറി പോകാനാണ് പറയുന്നത് കേട്ടോ. ഒരു ഫാമിലിയായിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു അവർ സ്റ്റേ ആയിട്ട് ഇവിടെ നിന്നെയാണ്. രാവിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല കിടിലൻ സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല മോനെ. എന്തൊരു ഹൈറ്റിലുള്ള സംഭവമാണെന്നറിയോ. ഒന്നാമത്തെ പ്രത്യേകത ഗൈസ്, ഇവിടെ ഓഫ് റോഡ് വണ്ടിയുടെ ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല, വാക്കുകളില്ല പറയാൻ. അത്രയ്ക്ക് രസമുള്ള കിടില സ്ഥലമാണ്. നല്ല രസമുണ്ട്. കുറച്ച് മണ്ണ് റോട്ടിൽ കൂടെ ഓടാനുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആ മണ്ണ് അതെ കാണുന്നുണ്ട്. നമുക്ക് അതുവഴി ഒന്ന് പോകാം. അവിടെ കുറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയയിലോട്ടൊന്ന് പോകാം. ഇവിടെ പിന്നെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ റിസോർട്ടൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ജബൽ ഷംസിൽ നമ്മൾ രാത്രിയാണ് വരേണ്ടത്. രാത്രി ഇവിടെ കിടന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ജബൽ ഷംസിൽ വരുന്നത് കേട്ടോ. ഞാൻ ശരിക്കും 3 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടി. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുറച്ച് മണ്ണ് റോഡുണ്ട്. ആ മണ്ണിൽ കൂടെ കുറച്ച് ഓടണം. ഈ റോഡായിരിക്കും. പൊളി സ്ഥലം കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടി ഇടാം. ഇവിടെ കുറേ പേര് ഇന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. താഴെ കണ്ടോ ഗൈസ്. വാവ്, കഴുകനൊക്കെ ഇട്ട് പറക്കുന്നുണ്ടോ? മോനെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇതുണ്ടോ, ഹൈറ്റ് കാണണം എനിക്ക്. സൂര്യപ്രകാശ കിരണങ്ങൾ അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഭയങ്കര പൊളി സ്ഥലം.
എന്തൊരു ഹൈറ്റാണെന്ന് നോക്കിയേ ഗൈസ്, പൊളി. അവിടെ സൂര്യൻ്റെ ആ പ്രകാശം അടിക്കുമ്പം ഇവിടുത്തെ ആ ഒരു ഷെയ്ഡ് മാറുന്ന കണ്ടില്ലേ, അതൊരു രക്ഷയില്ല കേട്ടോ. സൂര്യനെ ഇവിടെ നിന്ന് ശരിക്കും നമ്മൾക്ക് സൺറൈസ് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്കിതിപ്പോൾ ഒന്നും കാണാൻ പറ്റിക്കില്ല, അതൊരു ചെറിയ ഇതാണ്. ഏതാ നിങ്ങളെവിടെയാ? മസ്കറ്റില്ല? എവിടെയാ മസ്കറ്റ്? മൊബൈലല്ല. ആ താഴെ കൂടെ ഇറങ്ങി പോനാ അല്ലേ? ഓക്കെ. മോനെ എന്ത് രസം നോക്കി, ഇവിടുത്തെ ആടിനെ കണ്ടോ? ആടതാ പോകുന്ന ആട്. നമുക്കിനി ഇതുവഴി ഇറങ്ങി നടന്നു പോകണം കേട്ടോ. വാ, ഇവിടെ എല്ലാം ആട്ടും തീട്ടോ ആട്ടുമൂത്രമൊക്കെയാണ്, പുളി. ഇവരൊക്കെ നമ്മുടെ ആ ഏരിയയിൽ നിന്ന് വന്നേ കേട്ടോ, നമ്മുടെ ആ മസ്കറ്റ് ഏരിയയിൽ നിന്ന് വന്നേ. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സ്ഥലം. കിടുക്കാച്ച സ്ഥലമാണേ. നമുക്ക് കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ടേ, നമുക്ക് നടന്നു പോയിട്ട് ആ വ്യൂ പോയിൻ്റെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പൊളി 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 പൊളിയേ. എന്താ ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. ഇവിടെയൊക്കെ തലകറങ്ങുന്നവർക്കൊക്കെ പ്രശ്നമാവും കേട്ടോ. എനിക്ക് തന്നെ പ്രശ്നമാവുന്നുണ്ട്. നൈസ്. എൻ്റെ മോനെ ഇവിടെയൊക്കെ ചെറുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതുവഴി ഒന്ന് പോയിരിക്കുന്നതായിരിക്കും നല്ലത്. ആട്ടിൻകുട്ടികൾക്ക് പിന്നെ ഒരു പേടിയില്ല. ആട്ടിൻകുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തണുപ്പ് കേട്ടോ. മസ്കറ്റിലേ ഏകദേശം 46 ഡിഗ്രി വരെ ഉച്ചയ്ക്കെല്ലാം ആവും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 23 ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേര് ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ വഴിയാണ് നടന്നു പോകുന്നത്. കുറേ പേര് ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും രാത്രി വന്ന് കിടക്കുക. രാത്രി വന്ന് കിടന്ന് ചൂടലും പൊരിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുക. എന്നിട്ട് രാവിലെ സൺറൈസ് എല്ലാം കണ്ടിട്ട് പോവുക. അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ജബൽ ഷംസിൽ ആൾക്കാർ വരുന്നത് കേട്ടോ. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. നിങ്ങളെ ഒമാനിലുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കുറച്ചും കൂടെ പോകാനുണ്ട്. അയ്യോ, പൊളി 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 പൊളിയേ. എനിക്ക് ശരിക്കും സൈഡിലോട്ട് പോകുന്നതൊക്കെ പേടി കേട്ടോ. അവിടെ ഒന്നും കെട്ടിയിട്ടിട്ടില്ല. അവിടെയൊക്കെ വലിയ പാടാ. അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. ഇതെല്ലാം വിദേശികളാണ് കേട്ടോ. വിദേശികളാണ് ഇവിടെ കൂടുതലും ഇങ്ങനെ വന്ന് നിൽക്കുക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് കേട്ടോ രാവിലെ. ഇതൊക്കെ ഇവർ രാത്രി ടെൻ്റൊക്കെ അടിച്ച് താമസിച്ചവരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇവരൊക്കെ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ച് താമസിച്ചവരാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയാണ് ക്യാമ്പ് ചെയ്തിട്ട് ഇങ്ങനെ താമസിക്കണം. എന്നിട്ടാണ് പോകേണ്ടത്. രാത്രി തന്നെ ക്യാമ്പ് ചെയ്യുക, രാവിലെ ഈ ഒരു സൺറൈസൊക്കെ കാണുക, പോവുക. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് കേട്ടോ. അവരൊക്കെ നല്ല ആൾക്കാരാണ്. എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ്. കണ്ടോ വണ്ടി കണ്ടില്ലേ? സോളാറൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളൊരു വണ്ടിയാണേ. നല്ല കോഫിയുടെ മണം അവരുടെ. ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ അവർ രാത്രി പരിപാടിയാണ്. പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പട്ടിയായിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ രാത്രി ക്യാമ്പ് ചെയ്യുന്ന വണ്ടികളാണ്.
മോനെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പേടിയാണ് സൈഡിൽ കൂടെ നടക്കാൻ. ഞാൻ അതുകൊണ്ടാണ് ഈ കുറച്ചിങ്ങോട്ട് മാറി നടക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് ഏറ്റവും അവിടം വരെ പോകണം. അവിടെ ഒരു നല്ല കിടിലം വ്യൂ പോയിൻ്റാണ്. അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെയൊക്കെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടക്കുന്നു. അത് കാണാൻ തന്നെ എന്ത് രസമാണ്. നമുക്കിവിടെ ഒന്ന് ഇരുന്നാലോ ചെറുതായിട്ട്. താഴോട്ട് നോക്കിയ പ്രശ്നമാവും ഗൈസ്. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലമല്ലേ ഏറ്റവും കൊടുമുടിയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. വാവ്, എന്ത് രസമുണ്ടോ നോക്കി. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ശരിക്കും എനിക്ക് തല ഇറങ്ങുന്നു കേട്ടോ. താഴോട്ട് നോക്കിയിട്ട് നല്ലതായിട്ട് തല ഇറങ്ങുന്നുണ്ട്. എനിക്കിങ്ങനെയുള്ള സ്ഥലം, വെള്ളം, ഇവിടെയൊക്കെ പോയാൽ ഒറ്റയ്ക്കൊക്കെ വലിയ പേടിയാണ്. അവിടെയുണ്ട് വ്യൂ പോയിൻ്റ്. അവിടെ ഒന്ന് പോയിട്ട് വരാം. ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ. നമുക്ക് ആ ഗുഹയൊന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ മുകളിൽ ഒരു തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മലയൊക്കെ കണ്ട് ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടയാണേ. ഇത് അവിടെയാണ് ഒരു ചെറിയ ഗുഹ ഉള്ളത്. ഇതാ ഇവിടെ നല്ല ഗ്രാഫിക്കിൽ പേരൊക്കെ ആരുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു രസമായിട്ടുണ്ടത്. നമ്മൾ ആ ഗുഹയുടെ അകത്തോട്ടേക്ക് ഒന്ന് പോവാമേ. അവിടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എന്താണെന്നറിയില്ല. അവിടെ വെള്ളമാണോ അതോ പറയുക വെള്ളം എടുക്കുന്ന സ്ഥലമാണോ അതോ ചെറിയ ഗുഹയാണോ എന്നറിയില്ല. ഇത് ക്യാമ്പിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു ഗുഹ പോലെ. ഇവിടെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എപ്പോഴും കിടന്ന് ഉറങ്ങുവാണ് ആൾക്കാർ. അതായത് കേട്ടോ എൻ്റെ മുകളിൽ ഇവിടെ ആൾക്കാർ ഉറങ്ങുന്ന കേട്ടോ. എപ്പോഴും അവിടെ കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. ഇപ്പോഴും ഉറക്കം എണീറ്റിട്ടില്ല അവരൊന്നും. എൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം എന്താണ്. ആൾക്കാരിവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഉറക്കമാണ്. ഇത് എവിടെയുണ്ട് ബ്ലാങ്കറ്റൊക്കെ. ഇതുണ്ട്, ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ തൂണുപോലൊക്കെ കെട്ടിയിട്ടെ. ഇത്രേ ഉള്ളൂ, ഇനി വേറെ വലിയ ഇതൊന്നുമില്ല. കണ്ടോ, 2 തൂണൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. ഓരോരുത്തർ എണീക്കുന്നുണ്ട് കേട്ടോ ചാടി, എൻ്റെ സൗണ്ട് കേട്ടിട്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു വിജനമായ സ്ഥലമാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ അപ്പുറത്തെ സൈഡിൽ എന്തുവേണം നോക്കാം. ഇവിടെയൊക്കെ ആട്ടിൻകുട്ടികളുടെ കളി കേട്ടോ. ആട്ടിൻകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ മൈൻഡപ്പ് ചെയ്യണം കേട്ടോ. സ്ഥലം അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ജബൽ ഷംസ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു സ്ഥലമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. നമുക്കേ ആ ടോപ്പിൽ ആ വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടം വരെ പോയിട്ട് വരാം കേട്ടോ. അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ കൂടെ കാണിച്ചു തരാം. ഇത് ഭയങ്കര ഒരു കൊടുമുടി കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഇവിടെയൊക്കെ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇവിടെയൊക്കെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നതാണ് ആൾക്കാർ. രാത്രി ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം നല്ല കല്ലുകളാണേ, നല്ല കൂർത്ത കല്ലുകളൊക്കെയാണ്. കാലൊക്കെ സീനാവേണ്ട ഒരു ഇതൊക്കെയാണ്. കാലൊക്കെ പണി കിട്ടുന്ന ഒരു സംഭവം കേട്ടോ അത്. പൊളി വ്യൂ. നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. ഇവിടൊക്കെ കുറച്ച് താപ്പോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇവിടൊക്കെ ആട് കടന്ന് മെയ്യുന്ന സ്ഥലമാണ്. ആട് താഴെ വരെയൊക്കെ പോയിട്ട് വരുന്ന കാണാം. ആടിനൊരു പേടിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഷോ കിടു, ഇത് കൊള്ളാം കേട്ടോ. എന്തായാലും
ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളേ അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത്, അവിടം വരെ വണ്ടി വരത്തുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു വരണം കേട്ടോ. ഇതോരോ കട്ടായിട്ടാണ് ഈ ഒരു മല ഇരിക്കുന്നത്. ഒരു 1.5 മല. നമ്മളേ വേറെ ഒരു വ്യൂ പോയിന്റിലെത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ തട്ടായിട്ട് ഇങ്ങനെ കിടക്കുക. നമുക്ക് ഓരോൻ്റെ പീസായിട്ട് ഇങ്ങനെ പറക്കിയെടുക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ശരിക്കും പോകേണ്ടത് അവിടെയാണ്. ആ ടോപ്പ് ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതുണ്ട്, ഒരാട് എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും തിന്നാനുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വാ. അപ്പോൾ ഈ 2 ആട്ടിൻകുട്ടികളെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് എൻ്റെ 2 ബ്രെഡ് ഉണ്ടായിരുന്നേ, ഞാൻ അത് വിത്തുങ്ങൾക്ക് കൊടുക്കാൻ പോകണേ. വരുമോ നോക്കാം. വരുന്നുണ്ട്. തിന്ന് വാ. മറ്റേന് പേടി കേട്ടോ. ഹൈ, അതിനും കൊടുത്ത്. അത് പേടിച്ചിരിക്കുമായിരുന്നു. നല്ല 2 ആട്ടുകുട്ടികൾ കേട്ടോ, അടിപൊളി. ഇവർ ഈ താഴ്വരയിലാണ് കേട്ടോ, ഇവിടുത്തെ മക്കളാണ്. അടുത്ത് നിൽക്കുന്നില്ല, ഓടുക. ബ്രെഡ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് രസമുണ്ടെന്ന് അറിയാം ഇവിടുത്തെ വ്യൂ. ആണേ ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ. നമുക്ക് ആ ഗുഹയൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ മുകളിൽ ഒരു തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മലയൊക്കെ കണ്ട് ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടയാണേ. ഇത് അവിടെയാണ് ഒരു ചെറിയ ഗുഹയുള്ളത്. ഇതാ ഇവിടെ നല്ല ഗ്രാഫിക്കിൽ പേരൊക്കെ ആരുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു രസമായിട്ടുണ്ടത്. നമ്മൾ ആ ഗുഹയുടെ അകത്തോട്ടേക്ക് ഒന്ന് പോവാമേ. അവിടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എന്താണെന്നറിയില്ല അവിടെ വെള്ളമാണോ അതോ പറയുക വെള്ളം എടുക്കുന്ന സ്ഥലമാണോ അതോ ചെറിയ ഗുഹയാണോ എന്നറിയില്ല. ഇത് ക്യാമ്പിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആൾക്കാരെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു ഗുഹ പോലെ. ഇവിടെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എപ്പോഴും കിടന്ന് ഉറങ്ങുവാണ് ആൾക്കാർ. അതായത് കേട്ടോ, എൻ്റെ മുകളിൽ ഇവിടെ ആൾക്കാർ ഉറങ്ങുന്ന കേട്ടോ. എപ്പോഴും അവിടെ കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. ഇപ്പോഴും ഉറക്കം എണീറ്റിട്ടില്ല അവരൊന്നും. എൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം എന്താണ്. ആൾക്കാരിവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഉറക്കമാണ്. ഇത് എവിടെയുണ്ട് ബ്ലാങ്കറ്റൊക്കെ. ഇതുണ്ട്, ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ തൂണുപോലൊക്കെ കെട്ടിയിട്ടെ. ഇത്രേ ഉള്ളൂ, ഇനി വേറെ വലിയ ഇതൊന്നുമില്ല. കണ്ടോ, 2 തൂണൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. ഓരോരുത്തർ എണ്ണിക്കുന്നുണ്ട് കേട്ടോ ചാടി, എൻ്റെ സൗണ്ട് കേട്ടിട്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു വിജനമായ സ്ഥലമാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ അപ്പുറത്തെ സൈഡിൽ എന്തുവേണം നോക്കാം. ഇവിടെയൊക്കെ ആട്ടിൻകുട്ടികളുടെ കളി കേട്ടോ. ആട്ടിൻകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ.
ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല, ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. സ്ഥലം അടിപൊളിയല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ജബൽ ഷംസ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു സ്ഥലമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.